അതൊരു ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ. അത് ഞാൻ അറിയില്ല. ആ മറുപടി കൃത്യമായ മറുപടി. തങ്ങൾ എനിക്ക് സ്നേഹമുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാം, ഞാൻ പറയട്ടെ, തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. തങ്ങൾ ഒരു പാവാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹത്തെ പറയാം, അത് കച്ചവടമാക്കരുത്. താങ്കൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിരുന്നത് എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് എത്തി കഴിഞ്ഞ ശേഷം കണ്ടത്. ഞാൻ എത്തിച്ചതിന് ശേഷം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത്. ഞാനത് ജനങ്ങൾ ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ്. ഞാനതില് ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഞങ്ങൾ മറ്റു മണല് നടക്കാൻ നിൽക്കുകയാണ്. ഒരു സമുദായത്തെ മുഴുവൻ പരിഹസിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്താ പറയാ, കൊഞ്ഞനം കുത്തുന്ന തരത്തിലാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. മണ്ണാർക്കാട്ടുകാരെ ഏതായാലും ആകെ നാണം കെടുത്തിയ ഒരു വിഷയം തന്നെയാണ് ഇത്. അപ്പോൾ ഇന്ന് കണ്ട ഒരു വിഷയം അല്ലെങ്കിൽ പ്രത്യേകത, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ ഒരു ഉസ്താദ് വളരെ വ്യക്തമായി ഈ ഒരു വിഷയത്തിൽ ഈ ഹാമിദ് അലി തങ്ങളെ, ആറ്റക്കോയ തങ്ങൾ എന്നറിയപ്പെടുന്ന ഈ തങ്ങളെ കൃത്യമായി പൊളിച്ചെടുക്കുന്നുണ്ട്. പണമാണ് നിങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊടിമരം ഉണ്ടാക്കുകയും അതിന് താഴെ പൈസ ഇടുന്ന ഒരു പ്രവണത സൃഷ്ടിക്കുകയും അത് കണ്ടിട്ടും കാണാത്ത പോലെ അഭിനയിക്കുകയൊക്കെ അല്ലേ എന്നുള്ള ചോദ്യം എന്തായാലും കുറിക്ക് കൊണ്ടിട്ടുണ്ട്. ഈ കൊടിമരം ഉടനെ മാറാനുള്ള സാധ്യതയുണ്ട്. കൊടിമരം മാറുന്ന അതേപോലെ തന്നെ, അല്ലെങ്കിൽ മാറ്റുന്നത് പോലെ തന്നെ ഇവരുടെ ഈ എന്താ പറയുക, വിട ചികിത്സയും അല്ലെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പ് ചികിത്സകളും അതേപോലെ മറ്റു പരിപാടികളും ദീനിലെ ഈ കൗമിനെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ നാട്ടുകാർ തന്നെ കയറി ഇടപെടണം. പിന്നെ നിയമപരമായിട്ടുള്ള നടപടികൾ കൂടി ആളുകൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ദീനിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊന്നും ഈ പറയുന്ന ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദീനിന് ഒരിക്കലും ഒരു എന്താ പറയുക സൽപ്പേര് ലഭിക്കാനും പോകുന്നില്ല. ഈ ഉള്ള പേര് മോശമാകാനേ, അല്ലെങ്കിൽ ഇതര സമുദായങ്ങൾക്കിടയിലൊക്കെ ഇത്തരത്തിൽ നമ്മുടെ സമുദായത്തിൻ്റെ പേര് ചീത്തയാകാൻ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വല്ലാത്ത അല്ലെങ്കിൽ അതിനിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ നിന്ന് ഒരു സമുദായ അംഗത്തിന് പോലും വിട്ടു നിൽക്കാനാവില്ല. കാരണം അന്യ സമുദായത്തിലെ ആളുകൾ പോലും ഇപ്പോൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നുള്ളതൊക്കെ ഇവർ പോലും കൃത്യമായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ഈ തരത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇയാളുടെ കൃത്യമായ സോഴ്സുകൾ, കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ വിധേയമാകണം. പോലീസ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാവട്ടെ, അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇടാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഉള്ളാളത്തെ കിണറിൽ പൈസ ഇടുന്നുണ്ട്, ഉള്ളാളത്തൊരു കിണറുണ്ട്, അതിൽ ഇഷ്ടംപോലെ പൈസ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറെ ദീർഘയിലുണ്ട്. അമ്പംകുന്ന് വീരനോലിയ പാപ്പാന്റെ മക്കബറേക്കാണ് പൈസ ഇടുന്നത്. പിന്നെന്താ ഇതിലിട്ടാല് അപ്പൊ അത് ഇടാൻ വേണ്ടിട്ട് തന്നെയാണ് നീ ആ വളച്ച് കെട്ടിയത്. അത് പറഞ്ഞ പോലെ പിന്നെ എന്തിനാണ് ആ ഉസ്താദ് വിളിച്ചപ്പോ കള്ളം പറയുന്നത്?